ഇവിടെ എന്തൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെയൊക്കെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും സങ്കല്പിക്കാൻ പോലും ആകാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖാലിദ് ജമീൽ എന്ന പരിശീലകന്റെ കീഴിൽ വിടരുന്ന ഇന്ദ്രജാലങ്ങൾക്ക് ഒരു കുറവുമില്ല. ഓരോ നിമിഷവും അയാൾ പുതിയ ഇന്ദ്രജാലങ്ങൾ കളിക്കളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം നമ്മുടെ AFC ക്വാളിഫയറിന് സിംഗപ്പൂരിനെതിരെയുള്ള ഡബിൾ ഹെഡർ ടീമിൽ റഹീം അലിയെ ഉൾപ്പെടുത്തിയതിനെതിരെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം ഈ മുതുകോമാളി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്, മുതുകോമാളി എന്ന് പറഞ്ഞിട്ട്. അത് റിലീസ് ചെയ്യാത്തതിൽ ഇപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട്. കാരണം നമ്മുടെ സുഹേലിനെ ഒന്നും എടുക്കാതെ നിരന്തരം അവസരങ്ങൾ പാഴായിക്കൊണ്ടിരിക്കുന്ന റഹീം അലി എന്തിന് ടീമിൽ എടുത്തു? റഹീം അലി നിരന്തരം അവസരങ്ങൾ പാഴാക്കുന്നതിനെ കുറിച്ച് കമന്റേറ്റർമാർ തന്നെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇന്ന് ഇന്ത്യയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയ മത്സരത്തിന് കളിയുടെ ഇഞ്ചുറി ടൈമിൽ ഗോളിയുടെ പിഴവ് മുതലെടുത്ത് ഇന്ത്യക്ക് വേണ്ടി സമനില ഗോൾ നേടി ഇന്ത്യയെ ടൂർണമെന്റിൽ ലൈഫ് കൊടുത്ത് നിർത്തിയത് റഹീം അലിയുടെ ഗോളായിരുന്നു. അതായത് റഹീം അലിയെ എഴുതി തള്ളി അയാളെ കുറിച്ച് മോശമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പോലും റഹീം അലിയെ വീരനായി വാഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ ഖാലിദ് ജമീൽ എന്ന പരിശീലകന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോളിൽ അത്ഭുതങ്ങൾ ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. സിംഗപ്പൂർ വളരെ മികച്ച ടീം തന്നെയാണ്. 5 പോയിന്റുമായിട്ട് ക്വാളിഫയറിൽ ഏറ്റവും ബെറ്റർ സ്റ്റേജിൽ നിൽക്കുന്നത് സിംഗപ്പൂരാണ്. ഇന്ത്യക്ക് 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. കളിയുടെ തുടക്കത്തിൽ സിംഗപ്പൂർ ഇന്ത്യക്കെതിരെ ലീഡ് നേടി. അതിനുശേഷം പ്രതിരോധത്തിലെ കരുത്തനായിട്ടുള്ള സന്ദേശ് സിംഗൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി 10 പേരുമായിട്ട് ചുരുങ്ങിയ ഇന്ത്യ സിംഗപ്പൂരിനോട് പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ച നിമിഷം മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുന്നതിന് തൊട്ടു മുൻപ് റഹീം അലി എന്ന സ്ഥിരം വില്ലനിൽ നിന്നും ഇന്ത്യ ഹീറോയെ കണ്ടെത്തുന്നു. വാട്ട് എ ടേൺ അറൗണ്ട്! റഹീം അലി വളരെ മോശം പ്രകടനമായിരുന്നു ഇത്രയും നാൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് അവൻ അവസരം നൽകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിടത്തൊന്നും റഹീം അലി ഇന്ത്യയുടെ രക്ഷകനാകുന്ന കാഴ്ച. ഖാലിദിന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോളിൽ അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും സിംഗപ്പൂരിനെതിരെ ഒരു മത്സരമുണ്ട്. നമ്മൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന പലതും നമ്മുടെ കൈക്കുമ്പിളിലേക്ക് ഖാലിദ് കൊണ്ടുതരുമോ എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാനുള്ളത്.